നോക്കി കേറഞ്ഞു. എപ്പോഴാ അതിന് മേലെ നിന്ന് ഒരൊറ്റ വീഴെന്ന് പറയാൻ പറ്റില്ല. നീ ഒന്ന് പോയി, നിന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് വേണ്ട. അതിന് മേലെ വീഴാതിരുന്നാ മതി. അമ്മേ കണ്ടോ, ഞാൻ ഇവിടെ എത്തി. മുഴുവൻ കേറി മോളെ, എന്നിട്ട് മതി എന്റെ പൊന്നുമോളുടെ പ്രസംഗം. ഓക്കെ, ഞാൻ മുഴുവൻ കേറാൻ പോവാ. കണ്ടോ അമ്മ, ഞാൻ ഇവിടെ എത്തി. ആഹാ, എന്റെ മോളെ മിടിക്കാലോ. ഇനിയിപ്പൊ തേങ്ങ ഇടാനൊന്നും ആരെയും വിളിക്കണ്ട. രസമില്ല കേട്ടോ, തമാശ രസമില്ല. മോളെ തമാശ പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. എന്താ അമ്മയുടെ കയ്യിൽ ഊക്ക് കിട്ടിയാണല്ലോ അനു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഊക്ക് കിട്ടി ചാകൂ. നിനക്കെന്താടി ഊക്ക് കിട്ടിയിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും? ഒന്നും ഇല്ലായേ മോളെ ക്ലാര, അവൾ പലതും പറയും, ഞാൻ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ആരാ ആന്റി മണ്ടി പറയുന്നൊക്കെ ശ്രദ്ധിക്കുന്നു. അമ്മയ്ക്ക് മാങ്ങ വേണോ? എന്നെ താഴെ വന്ന് നിൽക്കേ, ഞാൻ ഇവിടെ അങ്ങോട്ട് എറിയൊന്നുമില്ല. അമ്മ ഷൊറയും പറഞ്ഞവിടെ നിന്നോ. ഇന്ന മോളെ ഒരു മാങ്ങ വീട് എറിയ മതിയോ? ഈ 2 മാങ്ങ പറിക്കാനാണെന്ന് ഇത്ര കഷ്ടപ്പെട്ട് അങ്ങോട്ട് കയറിയത്. ഒരു 4 കൂടി പറിക്കടി, അല്ലെങ്കിൽ മുഴുവനായിട്ട് പറിക്കേ. അത് മുഴുവനായിട്ട് പറിക്കണമെങ്കിൽ ആന്റി അവള് വേണ്ടേക്ക് നിൽക്കേണ്ടി വരും. അവൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. തോട്ടി കൊണ്ട് പറിക്കാന്ന് വിചാരിച്ചതാ. അതാണെങ്കിൽ അത്ര പൊക്കം ഇല്ലല്ലോ മരം, അതിനൊക്കെ നല്ല കേറുന്ന വിചാരിച്ചു. അപ്പൊ 2 മാങ്ങ പറിച്ചോണ്ട് ഇനി വേണ്ടല്ലോ അമ്മേന്റെ ഒരു ചോദ്യം. നീ ഫുള്ള് പറിച്ചേരാം മതി. അമ്മ പറഞ്ഞത് അവിടെ കൂടെ നിന്നുകൊണ്ട് തന്നെ മതിയോ? എത്ര മാങ്ങയാണ് അതിന് മേലുള്ളത്? അതെല്ലാം പറിക്കേ. ഞാൻ ആദ്യം പറഞ്ഞാലേ ഉസ്മാനെ വിട്ടാണെന്ന്. ഞാൻ അനുവദിക്കാത്തോണ്ടല്ലേ എന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ ഒന്ന് പോ. ഞാനേ ഉസ്മാനെ കയറാൻ പറഞ്ഞോളാം. അയ്യോ അമ്മേ, ഇതേ കാല് വഴുത്തുന്നു. അവിടെ പിടിച്ചു നിൽക്ക് കൊച്ചേ, ഇങ്ങോട്ട് വീഴല്ലേ. അമ്മ എന്റെ കാല്, ഞാനിപ്പോ വീഴും. മോളി മാങ്ങ അവിടെ കൊണ്ടുവച്ചേ. ഓക്കെ ആന്റി. എഴുന്നേക്ക് മോളെ. അയ്യോ അമ്മ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്റെ കാല് വേദനിച്ചിട്ട് വയ്യ. എന്റെ ദേവി, അത്രയും നേരം ഇങ്ങോട്ട് വീണതാ. എന്തെങ്കിലും പറ്റിയെന്നാവോ? മോളെ എങ്ങനെ എനിക്ക് എഴുന്നേക്കാൻ ശ്രമിക്കേ. തിരിഞ്ഞേ. എന്റെ കാല് ഒടിഞ്ഞു കാണും അമ്മ. അയ്യോ എന്റെ കാല്. മറ്റേ കാല് നോക്കട്ടെ. ആ കാല് കുഴപ്പമില്ല. ഈ കാല്. അയ്യോ, അപ്പൊ ഈ കാലിന് കുഴപ്പമില്ല. ആ കാലിന് നല്ല കുഴപ്പമുണ്ട് തോന്നുന്നു. ചതഞ്ഞു കാണും. നോക്കട്ടെ. മുറിവൊന്നുമില്ലല്ലോ അമ്മേ. അത് പിന്നെ കമ്പിലൊന്നും കോറിയിട്ടില്ല. താഴത്ത് പുല്ലുമാണ്, അതാണ് മുറിവാവാത്ത. മിക്കവാറും ചതഞ്ഞു കാണും. ആ ശതത്തിലല്ലേ ഒറ്റ വീടായിരുന്നില്ലേ. അതാണ് അമ്മമാര് പറയുന്നത് കേൾക്കണം പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി അമ്മേ. ഈ കാലം എനിക്ക് തോട്ടാൻ പറ്റുന്നില്ല. അസഹനീയമായ വേദന അമ്മേ. വാ മോളെ, ഹോസ്പിറ്റലിൽ പോവാം. എണീക്ക്. എങ്ങനെ എണീക്കാനാ അമ്മേ? ഒറ്റ കാലിൽ എണീക്ക്, അതാ നല്ലത്. അമ്മ സഹായിക്കാം. അയ്യോ. വാ മോളെ, ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോവാം. ഹോസ്പിറ്റലിൽ പോയി ചൂച്ചടിക്കോ? അറിയത്തില്ല മോളെ, അതൊക്കെ അവർക്കല്ലേ അറിയൂ. എന്താ അമ്മേ, അവന് വീണെന്നൊക്കെ കേട്ടു. അതാരാ, ദൈവമാണോ? അതെ അമ്മേ. ഇങ്ങോട്ട് വന്നേ, ഇവിടെ പിടിച്ച്. ഇവർക്ക് നടക്കാൻ പറ്റുന്നില്ല. നടക്കാൻ പറ്റുന്നോ? എടി പൊട്ടി ചേച്ചി, എനിക്ക് നടക്കാൻ പറ്റുന്നില്ലടി. നിങ്ങൾ വന്ന് ഇതൊന്ന് പിടിക്കടി. എന്താ മീൻ ഇവിടെ ചെയ്യാ? ആശുപത്രി കൊണ്ടുപോകണം, അല്ലാതെ എന്ത് ചെയ്യാൻ? അവർക്ക് തീരെ കാലെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ കേറണ്ടെന്ന്. പറഞ്ഞ അനുസരണം വേണ്ടേ? എടിയാനു ക്ലായുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തോന്നി നിനക്ക് എന്തായാലും പറ്റിക്കാണെന്ന്. അവളെന്നെ എരി കെട്ടിന്റെ മേലെ കയറ്റിയത്. ഇനി ആ കൊച്ചിനെ കുറ്റം പറഞ്ഞോളൂ. മാഷ് പിടിച്ച കയറിയത് നീ തന്നെയല്ലേ? അവൾ വരുന്നതിന് മുമ്പ് തന്നെ നീ കേറണം പറയുന്നില്ലായിരുന്നു. ഇനിയിപ്പോ നീ ആരെയും കുറ്റം പറയണ്ട. വാ ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ പോയാനു സൂചി എടുക്കുമായിരിക്കും. പാറു, അത് പിന്നെ വലിയ ഞാൻ വെറുതെ പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും അവളെ പേടിപ്പിക്കണ്ട. ഹോസ്പിറ്റലിൽ പോയാൽ മാറാതെ പ്രശ്നമുള്ളൂ. നടക്ക് പാറുമോളെ, നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോവാം. ഞങ്ങളൊക്കെ വരണോ അതിന്? വേണ്ടടി, നിന്റെ ഒറ്റ സഹായം ഞങ്ങൾക്ക് വേണ്ട. ഞാൻ എന്റെ അമ്മയും കൂടെ പോയിക്കോ. അതാ നല്ലത്. ഒറ്റ ഒന്നിനും നേരമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. നടക്ക് പാറു അങ്ങോട്ട്. അതല്ലേ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇനി 2 പേരൊന്നും മിണ്ടണ്ട. നടക്ക്. സത്യം പറഞ്ഞാലും എനിക്ക് ശരിയായിരുന്നു. എന്റെ കാലിന്റെ വേദന നിനക്ക് വരണം. അപ്പളേ ശരിയോ? ഇതിനൊക്കെ എത്ര കരയാൻ എന്തിരിക്കുന്നോ? ഇത് ഹോസ്പിറ്റലിൽ പോയി കെട്ടി മാറാന്നല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ 2 പേരും കൂടെ അവളെ കളിയാക്കണോ? നടക്കങ്ങോട്ട്. പാറു, നിനക്കുള്ള ഞാൻ തരുന്നു. അതിന് വല്യമ്മയ്ക്ക് എന്നെ പിടിക്കാൻ കിട്ടിയാലല്ലേ ഞാനിതേ പോയി. എന്നാ നിനക്കുള്ള ഞാൻ ദേവന് കൊടുത്തോളാം. 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണമ്മേ. എന്താണ് ചേച്ചി എങ്ങോട്ട് വിടാത്ത? നീ ഇവിടേക്ക് വന്നപ്പോ ഉടുപ്പൊക്കെ കയറ്റി ഇട്ടിരിക്കുന്നല്ലോ. അത് പിന്നെ ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാകുമ്പോ ചേച്ചി അങ്ങനല്ലേ ചെയ്യൂ. അതെ, സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആർമാദിക്കണം എന്നാണല്ലോ പഴയ കവികളൊക്കെ പറയുന്നത്. അതുകൊണ്ട് അല്ല, ഇത്ര സന്തോഷം എന്താ ദൈവം നിനക്ക്? ഈ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ അമ്മയുടെ പൊന്നുമോള് ഇങ്ങനെ തന്നെ പെരുമാറും. എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. ഓടി കൊഹവയ്ക്ക് ചേച്ചി. ഡേയാനും കാല് മുറിഞ്ഞിരിക്കുക. സൂചിയൊക്കെ അടിക്കുമ്പോ വൈബായിരിക്കും. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. ഇതൊരു ഹോസ്പിറ്റലാ, ആ ചിന്ത വേണം. എനിക്ക് ഇവിടുന്ന് വഴക്കുണ്ടാക്കാനും വയ്യ. അതുകൊണ്ടാ ഞാൻ മിണ്ടാണ്ട് നിൽക്കുന്നേ. നിങ്ങൾ കുട്ടികളെന്ന് വിചാരിക്കും. എനിക്കൊന്ന് പറയാനുള്ള റൈറ്റില്ലെന്ന് കരുതി നിങ്ങൾ 4 പേരും കൂടി ഇങ്ങനെ വട്ടം ഇരുന്ന് വഴക്കുണ്ടാക്കണ്ട. എന്റെ വല്യമ്മേ, ഞങ്ങളെ 3 പേരേ ഉള്ളൂ, 4 പേരൊന്നും ഇല്ല. വല്യമ്മ എവിടെ നോക്കി പറയുക? കുറുമ്പി പാറു, എന്റെ കയ്യിൽ നിനക്ക് കിട്ടും. ഈ ഇടയായിട്ട് നിനക്ക് തട്ടിത്തരം കൂടുന്നുണ്ട്. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട വല്യമ്മേ. എന്റെ അമ്മ അതിന് ഏത് കാലത്ത് നാട്ടിലേക്ക് വരാനാ? അപ്പൊ കേൾക്കാനുള്ള വഴക്കൊക്കെ ഇപ്പൊ തന്നെ ശേഖരിച്ചു വെക്കോ എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ നേരെയില്ല. പിന്നല്ലേ വഴക്ക് പറയാൻ? ഏത് വല്യമ്മ. എന്നാലേ നിന്റെ അമ്മ നിന്നെ തല്ലില്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലും. നിങ്ങളൊക്കെ ആകെ വഷളായിട്ടുണ്ട്. നിങ്ങളെ 3 പേരെ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ടുണ്ട്. ആരോന്ന് അടിക്കുന്ന പോലെ നിനക്ക് ഞാൻ തരും കേട്ടോ. അതിപ്പോ പറയാനെന്താ, കിട്ടാറുള്ളതല്ലേ. അതൊന്നും കിട്ടിയ
ഒറ്റ കുറുമ്പ് കൂടി കാല് കിടന്നിരിക്കുന്നു. ഇനിയും കുറ്റം പറഞ്ഞ അമ്മേ. എന്റെ കാൽ ഇവിടെ ഇന്നോ നാളെ പൊടി എന്ന് വെച്ച് നിൽക്കുമ്പോ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കഥ പറയണോ? ഇവിടെ ഡോക്ടറിന് വേറെ പാടൊന്നും ഇല്ലേ? ഏതാണ് വിളിച്ചോണ്ട് നമുക്ക് കാല് കേടാതെ ഇരിക്കല്ലേ? ഡോക്ടർമാർക്ക് അവിടെ ജോലി കഴിഞ്ഞിട്ടേ നമുക്ക് നോക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ടോക്കൺ എടുക്കാതെ ഇടിച്ചു കയറി ചെല്ലൊന്നും പറ്റത്തില്ല. ചെറിയ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞവനെ കേട്ടില്ലല്ലോ. വലിയ ഹോസ്പിറ്റലാകുമ്പോഴേ ഇത്തിരി തിരക്കൊക്കെ കാണും. അതേമേ, അവൾ അംബാനിയല്ലേ? വലിയ വലിയ ഹോസ്പിറ്റലിൽ മാത്രമേ അവൾ കയറത്തുള്ളൂ. ചേച്ചിയാണ് അംബാനി. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴും ഉടുപ്പ് ഉദ്യോഗം ഇട്ട് വാദിരിക്കുന്നു. ഓ നീ ഇപ്പൊ കാല് കേടുന്നോണ്ടാ ഈ സ്ഥാനത്ത് എന്റെ കാലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓടി ചേച്ചി, ഞാൻ നിന്റെ അത്രയും മനസാക്ഷി ചേർത്തവളൊന്നും അല്ല. എല്ലാം പിന്നെ അതെ, എന്റെ കുട്ടിക്ക് നിന്റെ അത്ര മനസാക്ഷിയില്ലായ്മൊന്നുമില്ല. അവൾക്ക് എല്ലാവരുടെ സ്നേഹമാ. അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് അങ്ങനെയാണല്ലോ. അമ്മയുടെ പൊന്നുമോള് മനസാക്ഷിയും കരുണയും എല്ലാം ഉള്ള നല്ല വൃത്തിയായ കുട്ടി. ഞാൻ എല്ലാം കേടുവന്ന അവളെ ചെയ്തത് പഠിപ്പിക്കുന്ന മൂത്ത സന്തതി. അവൾ എന്ത് ചെയ്ത് ചെയ്താലും ഞാൻ പഠിപ്പിച്ചിട്ട്, നല്ലത് ചെയ്താലേ അത് അമ്മ പഠിപ്പിച്ചിട്ട്. മതി മതി, എന്റെ മുഖഭാവം നീ മാറ്റണ്ട. എന്നാണ് നിന്ന് ചേച്ചി ഇപ്പൊ കിട്ടും മടി. എന്താ പറയുന്നേ? ഒന്നുമില്ല. സൂചി കൊണ്ട്